ക്രിക്കറ്റ് വിത്ത് അതികിൽ നിന്ന് സുപ്രഭാതം. എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റ് വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇന്ന് തിരുവനന്തപുരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിനത്തിനായി തയ്യാറെടുക്കുന്നു. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഫ്ലഡ്ലൈറ്റുകളുടെ കീഴിൽ നടക്കുന്നു. ഇന്ത്യ വനിതകൾ ശ്രീലങ്ക വനിതകൾ തമ്മിലുള്ള മൂന്നാമത്തെ T20 അന്താരാഷ്ട്ര മത്സരം. നഗരം മുഴുവൻ ആവേശം നിറഞ്ഞിരിക്കുകയാണ്. സ്റ്റാൻഡുകൾ നിറയാൻ ഒരുങ്ങുന്നു, എല്ലായിടത്തും നീല ജേഴ്സികൾ. ക്രിക്കറ്റിനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം കാണികൾ ഒരു ഓർമ്മിക്കപ്പെടുന്ന സായാഹ്നത്തിനായി പൂർണ്ണമായി തയ്യാറാണ്. ഇത് ഒരു സാധാരണ മത്സരം മാത്രമല്ല. ദൈവത്തിന്റെ സ്വന്തം നാടിൽ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മുഖ്യവേദിയിലെത്തുകയാണ്. ആത്മവിശ്വാസവും ആഴവും അനുഭവസമ്പത്തുമായി ഇന്ത്യ വനിതകൾ ഈ മത്സരത്തിലേക്ക് കടക്കുന്നു. മുന്നണിയിൽ സ്മൃതി മന്ദാനയുടെ സുന്ദരമായ ബാറ്റിംഗ് ശൈലി, അതിനു പിന്നാലെ ഷഫാലി വർമ്മയുടെ സ്ഫോടനാത്മക ശക്തി, മധ്യനിരയിൽ ജെമിമ റോഡ്രിഗ്സ് സ്ഥിരത നൽകുമ്പോൾ നായിക ഹർമൻപ്രീത് കൗർ നേതൃത്വവും മത്സരങ്ങൾ അവസാനിപ്പിക്കുന്ന കഴിവും ടീമിലേക്ക് കൊണ്ടുവരുന്നു. വിക്കറ്റ് കീപ്പിംഗിലും അവസാന ഓവറുകളിലും റിച്ച ഘോഷ് ശക്തമായ അടികൾ നൽകുന്നു. ഓൾറൗണ്ട് ബാലൻസ് നൽകുന്നത് ദീപ്തി ശർമ്മ. ബൌളിംഗ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് രേണുക സിംഗ് താക്കൂർ. അതിനൊപ്പം രാജേശ്വരി ഗായ്ക്വാദിന്റെ സ്പിൻ മായാജാലം. പേപ്പറിൽ നോക്കുമ്പോൾ ഇന്ത്യയാണ് ഫേവറിറ്റുകൾ. എന്നാൽ അവരുടെ മുന്നിൽ നിൽക്കുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, തെളിയിക്കാൻ എല്ലാം ഉള്ള ഒരു ശ്രീലങ്കൻ ടീം. എല്ലാം ചുറ്റിപ്പറ്റുന്നത് അവരുടെ ക്യാപ്റ്റൻ ചമരി അദ്ബത്തുവിനെ ചുറ്റിയാണ്. ഭയമില്ലാത്ത ആക്രമണാത്മകമായ ചില ഓവറുകൾക്കുള്ളിൽ തന്നെ കളിയുടെ ഗതി മാറ്റാൻ കഴിയുന്ന ഒരു താരം. മുന്നണിയിൽ അവരെ പിന്തുണക്കുന്നത് ഹർഷിത സമരവിക്രമയും ഹസിനി പെരേരയും. മധ്യനിരയിൽ നിലക്ഷി ഡി സിൽവോ. ഓൾറൗണ്ടർമാരായ കവിഷ് ദിൽഹാരി, കവിൻഡി ദിൽഹാരി എന്നിവരും. വിക്കറ്റിനു പിന്നിൽ അനുഷ്ക സഞ്ജീവനി. ബൌളിംഗ് ആക്രമണം പ്രധാനമായും സ്പിൻ അധിഷ്ഠിതം. ഇനോഗ റണവീരയും സുഗന്ധിക കുമാരിയും നേതൃത്വം നൽകുന്നു. ഇടത് കൈ പേസോടെ ഉദ്ദേശിക പ്രബോധനി. പുതിയ പന്തിൽ അച്ചിനി കുൽസൂരിയുടെ കഴിവും. ശ്രീലങ്കയ്ക്ക് ലക്ഷ്യം വ്യക്തമാണ്. ആദ്യ വിക്കറ്റുകൾ, കൃത്യമായ ബൌളിംഗ്, ക്യാപ്റ്റനിൽ നിന്ന് ഒരു അധികാരപരമായ ഇന്നിംഗ്സ്. ഇന്നത്തെ പ്രധാന പോരാട്ടങ്ങൾ: പുതിയ പന്തിനെതിരെ സ്മൃതി മന്ദാൻ, പവർപ്ലേയിൽ സ്പിന്നിനെതിരെ ഷഫാലി വർമ്മ, ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ ചമരി അദ്ബത്തു. അവസാന ഓവറുകളിൽ ശ്രീലങ്കൻ പേസിനെതിരെ റിച്ച ഘോഷ്. തിരുവനന്തപുരത്തെ പിച്ച് തുടക്കത്തിൽ ബാറ്റിംഗിന് അനുകൂലമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. മത്സരം മുന്നോട്ടു പോകുമ്പോൾ പതുക്കെ മന്ദഗതിയിലാകാനും സാധ്യത. ഡോസ് നിർണായകമായേക്കാം. പേപ്പറിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടാകാം. എന്നാൽ വെല്ലുവിളിക്കാനും അമ്പരപ്പിക്കാനും ശ്രീലങ്കയ്ക്ക് അറിയാം. കേരളം ഈ വലിയ ക്രിക്കറ്റ് ദിനത്തിലേക്ക് ഉണരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഇത് ഒരു മത്സരം മാത്രമല്ല, ഇത് അഭിമാനമാണ്, ആവേശമാണ്. ഫ്ലഡ് ലൈറ്റുകളുടെ കീഴിൽ തിളങ്ങുന്ന വനിതാ ക്രിക്കറ്റാണ്.